മനുഷ്യ സ്വഭാവങ്ങളിൽ, മനുഷ്യന്റെ സ്വന്തം ഭാവങ്ങളിൽ സ്വമേധയാ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് സ്വഭാവം. അത് പോസിറ്റീവായ സ്വഭാവങ്ങളുണ്ട്, നെഗറ്റീവായ സ്വഭാവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് സന്തോഷം അല്ലെങ്കിൽ സുഖം, ആശ്വാസം, സമാധാനം, ശാന്തി, സംതൃപ്തി, ആനന്ദം എന്നൊക്കെ പറയുന്ന, ഒറ്റവാക്കിൽ പറഞ്ഞാൽ സന്തോഷം അല്ലെങ്കിൽ സുഖം. മനുഷ്യൻ അവന്റെ ജനനം മുതൽ മരണം വരെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് സുഖം അല്ലെങ്കിൽ സന്തോഷം. അത് ഏറ്റവും അധികം അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ ശ്രമിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ തേടി നടക്കുന്നതും നമ്മൾ നേടുവാൻ ശ്രമിക്കുന്നതും സുഖത്തിനു വേണ്ടിയാണ്. ജനന നിമിഷം മുതൽ മരണം വരെ മനുഷ്യൻ സന്തോഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സന്തോഷം നമ്മുടെ ഒരു സ്വഭാവമാണ്, നമ്മുടെ സ്വന്തം ഭാവമാണ്. പക്ഷെ സ്വന്തം ഭാവമായിട്ടും സന്തോഷിക്കാനുള്ള ശ്രമം നടക്കുന്നതല്ലാതെ പൊതുവെ അതിൽ അങ്ങനെ ആരും പൂർണ്ണമായി വിജയിക്കാറില്ല. അതിന് കാരണം നമ്മൾ ജനിച്ചതു മുതൽ നമ്മുടെ ചുറ്റിലും കാണുന്ന സമൂഹത്തിൽ നിന്നും പഠിക്കുന്നത് ഒരു പ്രത്യേക സുഖത്തിനെ കുറിച്ചാണ്. ആ സുഖം ലഭിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണമെന്നും അത് ലഭിക്കണമെങ്കിൽ ധാരാളം ഭൗതിക വസ്തുക്കൾ നമുക്കുണ്ടാകണമെന്നും അതിലൂടെയാണ് നമുക്ക് സുഖം ലഭിക്കുന്നതെന്നും നമ്മൾ പഠിക്കുന്നു. നമ്മൾ അതിനുവേണ്ടി ഓർമ്മ വെച്ച നാൾ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരിക്കലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു സുഖം ലഭിക്കുന്നില്ല. അതിന് കാരണം നമ്മൾ തേടുന്നത് ഇല്ലാത്ത ഒരു സുഖത്തിനെയാണ്. സുഖം, നമ്മൾ തേടി നടക്കുന്ന സന്തോഷം, നമ്മൾ അന്വേഷിക്കുന്ന സുഖം ഒരു മരീചികയാണ്. മരുഭൂമിയിൽ ജലമുണ്ടെന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ തോന്നിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് മരീചിക. മിറാഷ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മൃഗതൃഷ്ണ എന്നും മലയാളത്തിൽ പറയും. അതൊരു തോന്നലാണ്. നമ്മൾ ദൂരെ നിന്ന് വേനൽക്കാലത്ത്, പ്രത്യേകിച്ച് ഉച്ചസമയത്ത്, നമ്മൾ വളരെ വിശാലമായ മൈതാനത്ത് നിന്നാൽ അങ്ങകലെ നമുക്ക് വെള്ളം ഓളം കെട്ടുന്നതായിട്ട് തോന്നാം. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ടും ഓടി അവിടെ എത്തിയാൽ മതി, നമുക്ക് വേണ്ടുവോളം വെള്ളം കുടിക്കാനും കുളിക്കാനും കിട്ടും എന്ന് നമുക്ക് തോന്നുകയും നമ്മൾ ഓടുകയും ഓടി 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 ഒരിക്കലും ആ വെള്ളത്തിന്റെ അടുത്ത് എത്താതെ മരിച്ചു വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥ മരുഭൂമിയിലുണ്ടെന്ന് പറയപ്പെടുന്നതല്ല, ഉണ്ട്. അതിനെയാണ് മൃഗതൃഷ്ണ എന്നും മരീചിക എന്നും ഒക്കെ വിളിക്കുന്നത്. അത്തരമൊരു മരീചികയുടെ പിന്നാലെയാണ് മാനവരാശി മുഴുവൻ, മനുഷ്യൻ മുഴുവൻ. നമ്മളും അതുപോലെ പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സുഖത്തിനെയാണ് നമ്മൾ തേടി നടക്കുന്നത്. എല്ലാവരും അത് തന്നെയാണ് തേടി നടക്കുന്നത്. നമ്മളൊഴിച്ച് മറ്റുള്ള എല്ലാവർക്കും അത് ലഭിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് വ്യക്തിപരമായിട്ട് അത് ലഭിക്കുന്നില്ല എന്നായിരിക്കും നമ്മുടെ പരാതി. നമ്മളത് പുറത്ത് പറയാറില്ല. മറ്റുള്ളവർക്കൊക്കെ ലഭിക്കുന്നു, എനിക്ക് ലഭിക്കുന്നില്ല. ഞാനും ശ്രമിക്കേണ്ടതുണ്ട്, അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് സുഖം. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവമാണ് സുഖം. നമുക്ക് സുഖമുള്ളതും തന്നെയാണ്. നമ്മുടെ സ്വഭാവമാണെങ്കിൽ അത് നമുക്കുണ്ടായിരിക്കും. സ്വഭാവം ആണെങ്കിൽ അത് നമ്മളിൽ ഇല്ലാത്തതൊന്നുമല്ല, മരീചികയൊന്നും അല്ല. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ സ്വഭാവമായ സുഖം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം.
നമ്മൾ കരുതുന്ന സുഖം, നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന സന്തോഷം, അതിൽ എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് അത് നമുക്ക് ലഭിക്കാതെ പോകുന്നത്. അത് ലഭിക്കാതെ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. കൂടെ കൂടെ നമുക്ക് അത് ലഭിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. നമുക്ക് എപ്പോഴും അത് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്നതാ. ഒരു ദിവസം തന്നെ പലപ്പോഴും സുഖം ലഭിക്കും. പല കാരണങ്ങളാൽ നമുക്ക് സുഖം ലഭിക്കും. ആ സുഖത്തിനെ നിലനിർത്താനുള്ള ശ്രമമാണ് പരാജയപ്പെടുന്നത്. നമുക്ക് തുടർച്ചയായിട്ട് സുഖിച്ചിരിക്കണം, സന്തോഷിക്കണം, ആസ്വദിക്കണം, സമാധാനത്തോടെ ഇരിക്കണം. അതെല്ലാം വലിയ വാക്കുകളാണ്, ഒരേ അവസ്ഥയാണ്. പല പല വാക്കുകൾ പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് തുടർന്ന് നിൽക്കണം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മുടെ പ്രശ്നം നമ്മൾക്ക് സന്തോഷവും സുഖവും ഉണ്ടാകുന്നു. പക്ഷെ അത് കുറച്ചു നേരത്തേക്ക് നിന്നിട്ട് പിന്നെ നമുക്ക് ദുഃഖം വരുന്നു, പ്രയാസം വരുന്നു. വീണ്ടും നമ്മൾ സുഖത്തിന്റെ പിന്നാലെ ശ്രമിക്കുന്നു. ഒരിക്കൽ ലഭിച്ചത് പിന്നെ വീണ്ടും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഇതിന് ഒരു നിർവചനമില്ല സുഖത്തിന്. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സുഖമെന്ന് പറയുന്നത്. ഒരാളിന് ദുഃഖം മറ്റൊരാളിന് സുഖമാവാം, നേരെ തിരിച്ചുപോവാം. ഒരു പ്രത്യേക നിർവചനം ഇല്ലാത്ത എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നറിയാത്ത, എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നറിയാതെ തെറ്റായി നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് കൊണ്ടാണ് അതൊരു മരീചികയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, മനുഷ്യർ മുഴുവനും സുഖിക്കുന്നു എന്നുള്ള നമ്മുടെ തോന്നൽ തെറ്റാണ്. എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ്, വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സന്തോഷം കണ്ടെത്തുമെന്നുള്ള വ്യാജ ശ്രമത്തിലാണ് എല്ലാവരും. നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി. ഈ കണ്ടെത്തി എന്ന് നമുക്ക് പുറമേ നിന്ന് തോന്നുന്നവർക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ല എന്ന് ആദ്യം അറിയണം. അങ്ങനെയാണെങ്കിൽ അവർ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നല്ലോ. നമ്മൾ വളരെ സന്തോഷഭരിതരാണെന്ന് കാണുന്ന ലോകത്തിലെ പ്രശസ്തരായ ആൾക്കാരും നമുക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ധാരാളം പേര് നമ്മൾ പല രീതിയിൽ കാണുന്നുണ്ട്. അവരിങ്ങനെ 24 മണിക്കൂറും പുഞ്ചിരിച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നില്ലല്ലോ. നമ്മളെപ്പോലെ തന്നെയാണ് അവരുടെ അവസ്ഥ. ഇങ്ങനെ മാറി മറിഞ്ഞ് മനസ്സ് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ച് സുഖവും കൂടുതൽ ദുഃഖവുമായി ഒരുമാതിരി ഗോളം കറങ്ങുന്നത് പോലെ കറങ്ങുന്നതാണ് നമ്മുടെ മാനസികാവസ്ഥ. അതുകൊണ്ട് 24 മണിക്കൂറും സുഖിക്കാം എന്നുള്ള നമ്മുടെ ചിന്ത തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം സുഖമാണ് എങ്കിലും നമ്മുടെ സാഹിയായ അവസ്ഥ ദുഃഖമാണ്. നമുക്ക് വിശന്നാൽ ദുഃഖമാണ്, ദാഹിച്ചാൽ ദുഃഖമാണ്, കാറ്റ് ഇല്ലെങ്കിൽ ദുഃഖമാണ്, കാറ്റുണ്ടായാൽ ദുഃഖമാണ്, കൂടുതൽ വേനൽ വന്നാൽ പ്രയാസമാണ്. ശാരീരികവും മാനസികവുമായിട്ട് ധാരാളം വിഷയങ്ങളിൽ നമ്മൾ സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളാണെങ്കിൽ ദുഃഖത്തിൽ നിന്നും സുഖത്തിനെ വേർതിരിച്ച് എപ്പോഴും സുഖിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത്, മനസ്സിന്റെ പ്രത്യേകതയാണ്. മനുഷ്യൻ ശ്രമിക്കുന്നതാണ്. വാസ്തവത്തിൽ നമ്മുടെ ശ്രമത്തിൽ മരണം വരെ നമുക്കത് ലഭിക്കാൻ പോകുന്നില്ല. നമുക്ക് ലഭിക്കാത്തതല്ല, കാരണം ലോകത്താർക്കും അത് ലഭിക്കാൻ പോകുന്നില്ല. പിന്നെ എന്താണൊരു മാർഗം എന്ന് ചോദിച്ചാൽ, ഒരു മാർഗമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യങ്ങളാണ്. അതിലും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സുഖമൊന്നും അവിടെയും ലഭിക്കില്ല. നമുക്ക് ഭൂമിയിൽ മനുഷ്യനെ പ്രകൃതി പറ്റിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സുഖം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ സർവശ്രമവും നടത്തുന്നത്. ഓടുന്ന ഓട്ടത്തിന് ഒരു കുറവുമില്ല. നേടാനായിട്ട് ഓരോന്ന് നേടിക്കഴിഞ്ഞാൽ സുഖിക്കും എന്ന് നമ്മൾ കരുതിയിട്ട് നമ്മൾ വളരെ കഠിനമായി അധ്വാനിച്ചത് നേടിയെടുക്കുന്നു. നേടിയെടുക്കുമ്പോൾ കുറച്ച് സുഖവും കിട്ടുന്നുണ്ട്. പക്ഷെ നേടിയെടുത്ത് കുറച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലുള്ള സുഖം ഇല്ലാതാവുന്നു. പിന്നെ നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് കണ്ണുവയ്ക്കുന്നു, അതിന് ശ്രമിക്കുന്നു. 99 വയസ്സുവരെയും നമ്മുടെ സ്വഭാവം ഇതാണ്. സുഖത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്ന സുഖം ശരിയായ ഒരു അന്വേഷണ രീതി അല്ല എന്ന് അറിയുന്നതാണ് നമ്മൾ ഇവിടെ പറയുന്ന വിഷയം. എല്ലാവർക്കും സുഖം ഉണ്ടാവുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ സുഖം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. ഒരിക്കലും അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ ഒക്കില്ല. നമ്മുടെ ലൈഫിൽ ഒരു കാര്യവും നമുക്ക് പിടിച്ചു നിർത്താൻ ഒക്കില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിലെ 90% കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ പോലുമല്ല. നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ മറ്റവസ്ഥകളും നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ അവസ്ഥയും കാലാവസ്ഥയും സർവ്വതും ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല.
അങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമുക്ക് എപ്പോഴും ദുഃഖം ലഭിക്കുന്നുണ്ട്. അതിനെ നമ്മൾ വീണ്ടും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ വീണ്ടും ദുഃഖമുണ്ടാവുന്ന ഒരു കാരണം. എന്തായാലും സുഖത്തിന് നമുക്കൊരിക്കലും നമുക്കിഷ്ടം പോലെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് ആദ്യം അറിയുമ്പോൾ തന്നെ ദുഃഖം കുറഞ്ഞു തുടങ്ങും. നമ്മുടെ പ്രധാന പ്രശ്നം നമ്മുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് നമുക്ക് സുഖം കുറയുന്നത്. നമ്മുടെ എന്തോ ബുദ്ധി കുറവോ നമ്മുടെ ശ്രമക്കുറവോ നമ്മുടെ കഴിവ് കുറവോ ആണ് മറ്റുള്ളവരുടെ പോലെ സ്ഥായിയായ സ്ഥിരമായ സുഖം നമുക്ക് ലഭിക്കാത്തത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അതങ്ങനെയല്ല. നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അതിങ്ങനെ സ്ഥായിയായി ഇരിക്കുന്നില്ല എന്ന് നമ്മൾ അറിയുക. സുഖം ഉണ്ടാവുന്നു എങ്കിൽ അതിന്റെ പിന്നാലെ തൊട്ട് പിന്നാലെ ദുഃഖം വരുന്നു. ദുഃഖം വരുമ്പോൾ നമ്മൾ അമിതമായി ദുഃഖിക്കുന്നു. സുഖത്തിനേക്കാൾ നമ്മൾ കൂടുതൽ ദുഃഖിക്കുന്നു. ദുഃഖം കുറച്ച് നീണ്ടു നിൽക്കും. പക്ഷേ നമ്മുടെ ഇതുവരെയുള്ള ജീവിതം എടുത്ത് നോക്കിയാൽ അറിയാം, നമ്മുടെ ഒരു ദുഃഖവും എവർ ലാസ്റ്റിംഗ് അല്ല, അനന്തമല്ല. നമ്മൾ എത്ര വലിയ ദുഃഖം അനുഭവിക്കുമ്പോഴും അത് 1, 2, 3 ദിവസം കഴിഞ്ഞോ ആഴ്ച കഴിഞ്ഞോ ക്രമേണ ഒരു 3-4 ദിവസം ഉറങ്ങി കഴിക്കുമ്പോൾ നമ്മുടെ ദുഃഖം മാറും. പ്രത്യേകിച്ച് 3-ാമത്തെ ദിവസം തൊട്ട് 4-ാമത്തെ ദിവസം തൊട്ട് നമ്മുടെ ദുഃഖത്തിന്റെ അളവ് കുറയും. ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ ഓർമ്മ മാറും, നമ്മുടെ ചിന്ത മാറും. നമ്മുടെ ദുഃഖത്തിന്റെ ആദ്യത്തെ ആ ഒരു ഇഫക്റ്റ്, ദുഃഖം ആദ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ നെഞ്ചിലിടിക്കുന്ന ഒരു ഇടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വയറിലാണെങ്കിൽ ഒരു കാളലാണ് ഉണ്ടാവുന്നത്. ഇത് രണ്ടും എല്ലാവർക്കും ഉണ്ടാവുന്നതാ. നെഞ്ചിലാണ് ഇടി. അത് ഹാർട്ടുമായി ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നത്. മാനസികമാണ്, പക്ഷെ നെഞ്ചിലാണ് അത് കിട്ടുന്നത് കൂടുതൽ. പിന്നെ തലവേദന, പിന്നെ നമ്മുടെ ബോഡി പെയിൻ മൊത്തം. പക്ഷെ ഫസ്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത് അത് നെഞ്ച് ഭാഗത്താണ്. പിന്നെ വയറ് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ദുഃഖമായാലും സുഖമായാലും നമ്മളെ ബാധിക്കുന്ന ഒരു ഏരിയ വയറാണ്. അതിൽ ദുഃഖം നമ്മളെ വയറിനെ വളരെ കാര്യമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് ദുഃഖം വന്നതിന് ശേഷം നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തതും വിശപ്പുണ്ടാവാത്ത വരുന്നതൊക്കെ. അത് കൂടുതലും കാര്യങ്ങൾ നമ്മുടെ ദുഃഖവുമായി ബന്ധപ്പെട്ട് അത് ഉണ്ടാവുന്നത്. ഈവൻ ചിരിക്കുമ്പോൾ തന്നെ സുഖം വന്ന് നമ്മൾ അമിതമായി ചിരിച്ചാൽ തന്നെ അത് ഒടുവിൽ വയറാണ് വേദനിക്കുന്നത്. വയറുമായി നമ്മളെ ശരീരത്തിന് വളരെ വലിയ ബന്ധമുണ്ട്. നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട സ്ഥലവും വയറാണ്. അവിടെയാണ് നമ്മൾ ഒരിക്കലും സൂക്ഷിക്കാത്തത്. എന്തും കിട്ടുന്നത് വാരി വലിച്ച് കഴിച്ച്, കറിവ് കിട്ടുന്നതെല്ലാം വാരി കുടിച്ച്, ഒരു കൺട്രോളും ഇല്ലാതെ നമ്മൾ നശിപ്പിക്കുന്നത് വയറിനെയാണ്. അത് 20 വയസ്സിലോ 30 വയസ്സിലോ ഒന്നും അറിയില്ല. പക്ഷെ ക്രമേണ നമ്മുടെ വയറ് നമ്മളോട് പറഞ്ഞു തുടങ്ങും പരിപാടിയൊക്കെ നിർത്താൻ. നമ്മൾ മദ്യം കഴിച്ചാലും എന്ത് തെറ്റായ കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം ബാധിക്കുന്നതിൽ ഒരു പ്രധാന അവയവം വയറാണ്. വയറുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. വയറില്ലെങ്കിൽ നമ്മൾ വളരെ ചെറിയൊരു പീരീഡ് കൊണ്ട് നമ്മൾ മരിക്കും. അപ്പൊ ചോദിക്കാം, മറ്റു പല അതിനേക്കാൾ സീരിയസ് ആയ വേറെ അവയവങ്ങളുണ്ടല്ലോ, ഹാർട്ട് പോലെയുള്ള. പക്ഷെ അതല്ല, വയറിൽ നിന്നാണ് നമുക്ക് പോഷണം കിട്ടുന്നത്. അവിടെയാണ് നമ്മുടെ ആഹാരം എത്തുന്നത്. അവിടെയാണ് ദഹിക്കേണ്ടത്. അവിടെ നിന്നാണ് ഇത് ശരീരം വലിച്ചെടുക്കുന്നത്. ശരീരത്തിനെ പോഷിപ്പിക്കുന്നതും നിലനിർത്തുന്നതും എല്ലാം വയറാണ്. ആ വയറിന്റെ ഭാഗത്താണ് വാസ്തവത്തിൽ ദുഃഖം വരെ നമ്മൾ അനുഭവിക്കുന്നത്. ദുഃഖം നീണ്ടു നിൽക്കും, സുഖം വളരെ കുറവും. നമുക്ക് വേണ്ടത് തിരിച്ചാണ്. സുഖം ഒരിക്കലും അവസാനിക്കാൻ പാടില്ല, ദുഃഖം നമ്മളുടെ അടുത്ത ഏരിയയിൽ വരാനും പാടില്ല. ഇത് ആണ് നമ്മുടെ ഡിമാൻഡ്. പക്ഷെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. നമ്മൾ അകാരണമായി വെറുതെ ഇരുന്ന് പോലും ദുഃഖിപ്പാണ് നമ്മുടെ ജോലി. അത് നമ്മുടെ മനസ്സ് ചെയ്യുന്നതാണ്. ചുമ്മാ ഇരുന്ന് നമ്മൾ ദുഃഖം അന്വേഷിച്ച് നടക്കുന്നവരാണ്. അഥവാ സുഖം അനുഭവിച്ചാൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ പിള്ളേർ പറയുന്ന വാക്കുണ്ട്, കൂടുതൽ ചിരിച്ചാൽ കരയും എന്ന് നമ്മൾ പറയുന്നത് ചെറുതിലേ നമ്മൾ ശീലിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ പോലും നമ്മൾ ദുഃഖിക്കും. വിഷാദം അങ്ങനെ ഒരു സാധനമാണ്, ഡിപ്രഷൻ. അത് ചുമ്മാ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വളരെ ചെറിയൊരു കാര്യം മതി, നമ്മൾ അതിനെ മനസ്സുകൊണ്ട് വളരെയധികം പർവ്വതീകരിച്ച് സങ്കല്പിച്ച് ചിന്തിച്ച് ആകെ നമ്മൾ ദുഃഖം നിറയ്ക്കും മനസ്സിൽ. സുഖം അങ്ങനെ നിറയ്ക്കാൻ പറ്റില്ല നമുക്ക്. സുഖം നമുക്ക് അമിതമായിട്ട് സങ്കല്പിച്ച് കൂടുതൽ നിറയ്ക്കാൻ പറ്റില്ല. പക്ഷെ ദുഃഖം നമ്മൾ വളരെ കൂടുതൽ നിറയ്ക്കും. ഈ രണ്ടും നമ്മളെ പറ്റിക്കുന്ന സാധനമാണ്. ഈ സുഖവും ദുഃഖവും ഇത് രണ്ടും വ്യാജനുമാണ്. ഇത് രണ്ടും മായയാണ്. ശരിക്കും നമ്മളെ പറ്റിക്കുന്ന രണ്ട് സാധനങ്ങളാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അധികം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് അവസ്ഥകളും. സുഖദുഃഖങ്ങൾ ശരിക്കും സ്വയം വന്നു ചേരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോൾ നമുക്ക് ദുഃഖം വരും, അപ്രതീക്ഷിതമായി നമ്മൾക്ക് സന്തോഷവും വരും. ഇത് രണ്ടും അപ്രതീക്ഷിതമായി വരും. ചിലപ്പോ പ്രതീക്ഷിച്ചും വരും. പ്രത്യേകിച്ച് സുഖങ്ങൾ. ദുഃഖങ്ങൾ നമ്മൾ വലുതായിട്ട് പ്രതീക്ഷിക്കാറില്ല. ദുഃഖം നമ്മൾ വരാനായിട്ട് ശ്രമിക്കാറില്ല. ദുഃഖത്തിന് നമ്മൾ പ്രതീക്ഷിക്കാറില്ല.
അത് കയറി വന്നാൽ നമ്മൾ ഞെട്ടും. സുഖം നമ്മൾ പലപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഈവൻ ഒരു ഐസ്ക്രീം മാറ്റി കഴിക്കുമ്പോൾ പോലും ഒരു സുഖം, നമുക്ക് ഒരു സന്തോഷം തോന്നും, ഒരു രുചി തോന്നും. അത് നമ്മൾ ഉണ്ടാക്കുന്ന സുഖമാണ്. അതുപോലെ നമ്മൾ സ്വന്തമായി കുറെ ക്രിയേറ്റ് ചെയ്യുന്ന സുഖങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കാതെ നമുക്ക് സുഖം വരും. ഇത് രണ്ടും വരുന്നത് പോലെ തിരിച്ചു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഖം തിരിച്ചു പോകണ്ട എന്ന് നമ്മൾ ധരിക്കുന്നു. അത് ശരിയല്ല. അത് വരും, അത് വന്നിട്ട് അത് അതിന്റെ പണി നോക്കി തിരിച്ചു പോകും. അതിന് പകരം ദുഃഖം വരും, അത് വരും, അത് കഴിഞ്ഞിട്ട് അതും തിരിച്ചു പോകുമെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഇത് രണ്ടും സ്വയം പ്രത്യക്ഷപ്പെടുന്നു, സ്വയം അപ്രത്യക്ഷപ്പെടും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ദുഃഖം വന്നു, ഇനി എന്റെ ജീവിതം തീർന്നു, ഇനി എനിക്ക് ജീവിതം ബാക്കിയില്ല എന്നുള്ള ഒരു തകർന്ന നമ്മുടെ മനസ്സ് വളരെ തെറ്റാണ്. മിക്കവാറും അത് തന്നെയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. എല്ലാ ദുഃഖത്തിലും നമ്മൾ തകരുന്നു, വളരെയധികം നമ്മൾ തകർന്ന് തരിപ്പണമാവുന്നു, മാനസികമായും ശാരീരികമായും. പിന്നെ നമ്മൾ കൂടെ ഉള്ളവരെ എല്ലാവരെയും പടക്കുന്നു, അന്തരീക്ഷം മുഴുവനും വഷളാക്കുന്നു. ആകെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുന്നു. അത് നമ്മൾ കുറച്ചുകൂടെ ഒരു ചിന്താശക്തി നമുക്ക് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. സുഖം വരുന്നത് പോലെ ദുഃഖം വരും, രണ്ടും വന്നിട്ട് അത് അതേപടി തിരിച്ചു പോകും. അത് നമ്മുടെ നിയന്ത്രണത്തിൽ അത്ര പെട്ടെന്ന് നിൽക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ജീവിതപാഠം എന്ന് പറയുന്നത് നമ്മളിപ്പോ ജീവിക്കുന്നത് പോലെ ജീവിക്കണം. പക്ഷെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം, അത്രയേ ഉള്ളൂ. സുഖത്തെ നിലനിർത്തി ദുഃഖത്തെ ഒഴിവാക്കാൻ മനുഷ്യൻ മരണം വരെ ശ്രമിക്കുന്നു. ഈ ശ്രമം പാഴാണ്. ഒരിക്കലും സുഖത്തെ മാത്രം നിലനിർത്തി ദുഃഖത്തെ ഒഴിവാക്കാൻ ഒക്കില്ല. ഒരേ നാണയത്തിന്റെ രണ്ട് വശമാണെന്ന് നമ്മൾ അതിനെ അറിയണം. നമ്മുടെ ജീവിതം എപ്പോഴും ദ്വന്ദ്ഭാവങ്ങൾ നിറഞ്ഞതാണ്, ഓപ്പോസിറ്റുകളാണ് എല്ലാ കാര്യത്തിലും. ചൂടായാലും തണുപ്പായാലും രാത്രിയായാലും പകലായാലും ഏത് കാര്യം എടുത്താലും അതിന് ഓപ്പോസിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഒരു അവസ്ഥയാണ് നമ്മൾ സുഖം എന്ന് പറയുന്ന അവസ്ഥയും നമ്മൾ ദുഃഖം എന്ന് പറയുന്ന അവസ്ഥയും. ശരിക്കും പറഞ്ഞാൽ എന്താണ് സുഖം എന്ന് ചോദിച്ചാൽ നമുക്ക് നേരെ പറയാനൊന്നും പറ്റില്ല. ദുഃഖത്തിനും നേരെ മറുപടി പറയാൻ പറ്റില്ല. നമുക്ക് അസ്വസ്ഥമായ പല പല കാരണങ്ങളാൽ നമ്മൾ അസ്വസ്ഥമാവുന്ന നമ്മുടെ നാളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ആഹാരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ഒക്കെ ദുഃഖിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് ദുഃഖങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുന്നത് ആണ് യഥാർത്ഥത്തിൽ സുഖം. ഒരു ദുഃഖം കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയൊരു അവസ്ഥ കിട്ടുമ്പോൾ നമുക്ക് സുഖമായിട്ട് തോന്നും. അപ്പോൾ ദുഃഖം കുറഞ്ഞു വന്നു. അങ്ങനെ നമ്മൾ സുഖിച്ച് അങ്ങനെ നമ്മൾ രണ്ടും ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രമേണ സുഖത്തിന്റെ അളവ് കുറഞ്ഞിട്ട് ചെറിയ ഒരു കാര്യം മതി, ചെറിയ ഒരു വാക്ക് മതി, നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് ദുഃഖത്തിലോട്ട് പോകും. അപ്പൊ വേറെ രീതി പറഞ്ഞാൽ രണ്ട് ദുഃഖങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പാണ് സുഖം. തിരിച്ചും പറയാൻ വേണമെങ്കിൽ രണ്ട് സുഖങ്ങൾക്കിടയിൽ ഒരു ദുഃഖം എന്ന് പറയാം. പക്ഷെ കൂടുതൽ അളവ് ദുഃഖമായതുകൊണ്ട്, നമ്മുടെ ഒരു നേച്ചർ തന്നെ ദുഃഖമായതുകൊണ്ട് രണ്ട് ദുഃഖങ്ങൾക്കിടയിൽ സുഖം എന്ന് പറയുന്നതാണ് നല്ലത്. ദുഃഖത്തിൽ നിന്നും നമുക്ക് മോചനമൊന്നുമില്ല. അത് ഇതിന്റെ കൂടെ ഉള്ളതായതുകൊണ്ട് സുഖം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ദുഃഖം അനുഭവിച്ചിരിക്കണം. അതൊരു കണ്ടീഷനാണ്. സുഖം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ദുഃഖത്തിനെ അനുഭവിക്കാൻ തയ്യാറാവണം. ദുഃഖത്തിനെ അനുഭവിക്കുന്നു എങ്കിൽ നമ്മൾ സുഖിക്കും എന്നുള്ള കാര്യവും, സുഖം എന്ന് വെച്ചാൽ സന്തോഷമുണ്ടാവും എന്നുള്ള കാര്യവും യാതൊരു സംശയവും വേണ്ട. ഇതിലേതെങ്കിലും ഒന്നെനിക്ക് മതിയെന്നോ അല്ലെങ്കിൽ ഇത് രണ്ടും വേണ്ടെന്നോ ഇതൊന്നും പറയാൻ നമുക്കൊരു അവകാശവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല.